തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. 1,86,255 വോട്ടർമാരാണ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. വൈകിട്ട് 6 പോളിംഗ് അവസാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴയിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. പോളിംഗ് സമയം വൈകിട്ട് 6 അവസാനിച്ചത്. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ 77% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 112 പോളിംഗ് സ്റ്റേഷനുകളായി 203 ബൂത്തുകളാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഉള്ളത്. 3 മുന്നണി സ്ഥാനാർത്ഥികളും ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. ഇതിന്റെ നേർക്കാഴ്ചയാണ് പോളിംഗിൽ കാണാൻ കഴിഞ്ഞത്. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 ബൂത്ത് വനിതകളും വെള്ളൂർക്കുന്നം വില്ലേജ് ഓഫീസിലെ 1 ബൂത്ത് ഭിന്നശേഷിക്കാരും നിയന്ത്രിച്ചു. മണ്ഡലത്തിൽ ഇക്കുറി 1 ബൂത്തുകളിലും പ്രശ്നബാധിത ബൂത്തുകൾ രേഖപ്പെടുത്തിയിരുന്നില്ല. പോളിംഗ് സമയത്ത് 5 ഉദ്യോഗസ്ഥർ വീതം ഓരോ ബൂത്തുകളിലും ഉണ്ടായിരുന്നത്. 1000-ഓളം ഉദ്യോഗസ്ഥരാണ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നത്. 91,421 പുരുഷ വോട്ടർമാരും 94,829 സ്ത്രീ വോട്ടർമാരും 5 ട്രാൻസ്ജെൻഡർമാരും ഉൾപ്പെടെ 1,86,255 വോട്ടർമാരാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടനും LDF സ്ഥാനാർത്ഥി എന്നരനും 2020 NDA സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴയുമാണ് മത്സരരംഗത്ത് ഉള്ളത്. മെയ് 4 ഫലപ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.